ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് ഓഡിയോ എക്സിൻ്റെ AX6623 എന്ന് പറഞ്ഞ ഊഫർ സ്പീക്കറാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ സ്പീക്കർ നമുക്ക് വീണ്ടും അവൈലബിൾ ആണ്. അന്ന് വന്ന സ്പീക്കറെല്ലാം പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്പീക്കർ ഇന്ന് അവൈലബിൾ ആണ്. കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ ടെസ്റ്റും കൂടെ ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് സ്പീക്കർ വരുന്നത്. നമുക്ക് ആ സ്പീക്കർ ഒന്ന് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഊഫർ. ഈ കാണുന്ന പോലെ നല്ലൊരു ഡിസൈനാണ് അതിൻ്റെ കോണിൽ വരുന്നത്. നല്ല ഒരു ഡിസൈനാണ് വരുന്നത്. പിന്നെ ഉള്ളത്, ഈ ഒരു ഊഫർ ഒരുപാട് ആൾക്കാർ വാങ്ങി ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഊഫറിൻ്റെ പ്രത്യേകത ഇതിൽ ബാസ് മാത്രമല്ല വോക്കലും കൂടെ വരുന്ന രീതിയിലുള്ളൊരു ഊഫറാണ്. അപ്പോൾ ഇതിനകത്ത് പാട്ട് കേൾക്കുമ്പോൾ ആ ഒരു വോക്കൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും, എന്നാൽ ബാസും കിട്ടും. ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്പീക്കർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മാഗ്നറ്റ് ആയാലും നല്ല വലിപ്പമുള്ളൊരു മാഗ്നറ്റാണ് വരുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് കറക്റ്റാണ് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകു വശം ഇങ്ങനെയാണ്. 4 ohms ആണ് ഈ ഒരു ഓഫർ. 4 ohmsലാണ് വരുന്നത്. 150 വാട്ട് മാക്സിമം ആണെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന 80 വാട്ട് 80 വാട്ടാണ് നമുക്കിതിൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന RMS 4 ohms ആണെന്നുള്ള അവർ എഴുതിയിട്ടുണ്ട്. പിന്നെ നല്ല ഹെവി ആയിട്ടൊരു മാഗ്നറ്റ്, ഈ കാണുന്നത് നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു മാഗ്നറ്റ് വരുന്നുണ്ട്. നല്ലൊരു പൗഡർ കോട്ടിങ് ഉള്ളൊരു ഫ്രെയിമാണ് വരുന്നത്. നല്ല ഒരു ഊഫർ തന്നെയാണ് ഇത്. പോളിപ്രൊപ്പലൈൻ പോലുള്ളൊരു മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പോളിപ്രൊപ്പലൈൻ പോലുള്ളവരല്ല, പോളിപ്രൊപ്പലൈൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡും സെയിം തന്നെയാണ്. ചിലതിൽ ഫ്രണ്ടിലൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു അല്ലെങ്കിൽ പോളിപ്രൊപ്പലൈൻ പോലുള്ളൊരു മെറ്റീരിയൽ വന്നതിന് ശേഷം ബാക്കിൽ പേപ്പർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കറക്റ്റ് പുറകിൽ വരുന്നതും ഫ്രണ്ടിൽ വരുന്നതും ഒരേ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. റബ്ബർ എഡ്ജ് അത്യാവശ്യം നല്ല ഒരു ഊഫറിൽ വരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ വരുന്നത്. നല്ല വലിപ്പമുള്ളൊരു റബ്ബർ എഡ്ജ് ഇവിടെ വരുന്നുണ്ട്. നല്ല രീതിയിൽ എക്സ്പ്രഷൻ ചെയ്യുന്നതിന് നമ്മൾ സ്പീക്കറിങ്ങനെ തൊട്ട് നോക്കാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ടെന്ന് തൊട്ട് നോക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഗ്ലൂ വെച്ച് ഒട്ടിച്ചിരിക്കുന്നതും എല്ലാം പക്കയാണ്. ഈ സൈഡിൽ ഈ ഒരു ഡസ്റ്റ് കേപ്പൊക്കെ ഗ്ലൂ വെച്ച് അവർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതൊക്കെ പക്ക. ഇത് നല്ല രീതിയിൽ തന്നെയാണ് അവരത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന സ്പൈഡർ നല്ല വലിപ്പമുള്ള സ്പൈഡറാണ്. ഈ നമുക്ക് കാണുന്ന പോലെ തന്നെ നല്ല വലിപ്പമുള്ള സ്പൈഡർ ഇവിടെ വരുന്നുണ്ട്. കൂടാതെ തന്നെ ആ ഒരു കോയിലും പേപ്പർ കോണും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഭാഗത്ത് ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു പശ വെച്ച് അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതും നല്ല രീതിയിൽ തന്നെയാണ് അത് അവർ ചെയ്തിട്ടുള്ളത്. ചില സ്പീക്കറൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം ആർക്കോ വേണ്ടി ചെയ്തതുപോലെയൊക്കെ തോന്നും. പക്ഷേ ഇതങ്ങനെയല്ലേ, അവർ വളരെ വൃത്തിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആ ടെർമിനൽ, ഈ ഒരു 2 സ്പീക്കർ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോകുന്ന കണക്റ്റിംഗ് വയർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരത് ചെയ്തിട്ടുള്ളത്. വളരെ ഡീസൻ്റായിട്ട് ചെയ്തിട്ടുള്ള, നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുള്ള ഒരു ഓഡിയോ എക്സിൻ്റെ സ്പീക്കറാണ് ഇത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓഡിയോ എക്സിൽ കുറേ സ്പീക്കറുണ്ട്. പക്ഷേ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പീക്കർ ഇത് തന്നെയാണ്. കാര്യം ഇതിൻ്റെ ഡിസൈനാണ്. ഈ കാണുന്ന ഡിസൈൻ, ഇതിൻ്റെ നിർമ്മിച്ചിട്ടുള്ള ക്വാളിറ്റി, മെറ്റീരിയൽ ക്വാളിറ്റി, ഇതെല്ലാം വളരെ ശ്രദ്ധിച്ച് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഓഡിയോ എക്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഊഫർ ഇത് തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരു ആമ്പ് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ സ്വന്തം ആമ്പാണ്. ഈ ഒരു ആമ്പ് ഉടനെ തന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതാണ്. കുറച്ച് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്യുള്ളൂ. ഏകദേശം ഒരു 100 വാട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ 50 കൊടുത്തു കഴിഞ്ഞാൽ 100 വാട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആംപ്ലിഫയറാണ് ഈ ഒരു ആംപ്ലിഫയർ. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ കൊടുത്തേക്കുന്ന വോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20/20 DC ആണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് സ്പീക്കർ ഒന്ന് ഡ്രൈവ് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമാണ്. ട്രാൻസ്ഫോമറും പവർ സപ്ലൈ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു സ്പീക്കർ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പക്ഷേ നമുക്ക് ഒരുപാട് പുതിയ പാട്ടുകളൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല. കാര്യം കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ്. ഒരു യൂട്യൂബ് തുടങ്ങുക, യൂട്യൂബ് സബ്സ്ക്രൈബ് ഒപ്പിക്കുക, 1000 സബ്സ്ക്രൈബ് ആവുക, പിന്നെ മോണിറ്റൈസേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഇത്രയും മണിക്കൂർ 4000 മണിക്കൂർ നമുക്ക് വാച്ച് അവർ എത്തുക. അതിനുശേഷം മോണിറ്റൈസേഷൻ കിട്ടിയതിന് ശേഷം ഈ കോപ്പിറൈറ്റ് അടിച്ച് ചാനൽ പോകുക എന്നുള്ളത് ഏറ്റവും വലിയ, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് നഷ്ടപ്പെടാവുന്ന ഒരു വലിയ സംഭവങ്ങളിലൊന്നാണ്. കാര്യം ഒരാളിന് ഒരു പ്രാവശ്യം മാത്രമേ ഈ മോണിറ്റൈസേഷൻ നമുക്ക് വീണ്ടും എടുക്കാം, കോപ്പിറൈറ്റ് കിട്ടിയാൽ. എന്നാലും ഏതെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഒരുപാട് ആൾക്കാർ ടെസ്റ്റിംഗ് വീഡിയോ ഇട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാനപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്യാം. ഒരു കരോക്കെയാണ്. കാര്യം അതിനകത്ത് ലിറിക്സ് ഒന്നും വരുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് ഇടുന്നത്. കോപ്പിറൈറ്റ് തന്നെയാണ് ഇഷ്യൂ. അപ്പോൾ നമുക്ക് ആ ഒരു കരോക്കെ ഇട്ട് നോക്കാം. ഓക്കെ.
ഒരു വീഡിയോയിൽ നിങ്ങളിതിൻ്റെ വർക്കിംഗ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രമാത്രം വിലയിരുത്താൻ പറ്റുമെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇട്ടതൊരു കാര്യമൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം, ഫോണിൻ്റെ മൈക്കിൽ റെക്കോർഡ് ചെയ്തൊരു ഓഡിയോ ആണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ വീട് ട്രിവാൻഡ്രത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ SM ഇലക്ട്രോണിക്സിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വർക്കിംഗ് നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ. അപ്പോൾ ഇതിലെനിക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ പറയുന്നത് ഇത് വളരെ മിഡ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ഇതിൽ അത്യാവശ്യം മിഡ് നമുക്ക് കിട്ടുന്നുണ്ട്. നോർമലി ഒരു ഊഫറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ കുറച്ച് മിഡ് നല്ല രസമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ടോൺ ക്വാളിറ്റി നല്ല രസമുള്ള ടോൺ ക്വാളിറ്റിയാണ്. ബാസും ട്രബിളിൻ്റെ കേസ് നോക്കിയാൽ നമുക്ക് അത്യാവശ്യം ട്രബിൾ ഇതിനകത്ത് നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ നോർമലി ഊഫറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രബിൾ റെസ്പോൺസ് ഒരല്പം കുറവായിട്ട് നമുക്ക് ഫീൽ ആവും. പക്ഷേ ഇതിൽ അത്യാവശ്യം നല്ല ട്രബിളും വരുന്നുണ്ട്, നല്ല രീതിയിലുള്ള മിഡും വരുന്നുണ്ട്. എന്നാൽ നല്ല രീതിയിലുള്ള ബാസ് റെസ്പോൺസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺ അനങ്ങുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനുപോലെ ഫുൾ റേഞ്ച് സ്പീക്കർ ആയിരുന്നെങ്കിൽ കോൺ അത്രയും അനങ്ങത്തില്ല, വളരെ ചെറിയ രീതിയിൽ, അതായത് വീഡിയോയിൽ കാണാൻ പോലും പറ്റത്തില്ല അതിൻ്റെ കോൺ അനങ്ങുന്നത്. ഞാൻ കൊടുത്ത സൗണ്ട് ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൽ അത്യാവശ്യം ഒരു ഐപോഡിൻ്റെ പകുതി സൗണ്ട് പോലും ഇട്ടില്ല. അപ്പോൾ തന്നെ ഇതിൻ്റെ കോൺ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ബാസ് റെസ്പോൺസ് ഉള്ളതുകൊണ്ടാണ് അത് അല്ലെങ്കിൽ ഇത് ഓക്കൽ മാത്രമാണ് റെസ്പോൺസ്, അല്ലെങ്കിൽ ഓക്കലും ഒരു ഹൈ ഫ്രീക്വൻസി മാത്രമാണ് ഇതിൽ റെസ്പോൺസ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ഒരു പേപ്പർ ഈ രീതിയിൽ ഇങ്ങനെ അനങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ബാസ് റെസ്പോൺസും കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത് അനങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ആയത്. ഇനി നിങ്ങൾക്ക് ഓക്കൽ കൂടുതലാണെന്ന് തോന്നുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ക്രോസ് ഓവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഓക്കൽ മാറി കിട്ടും. അപ്പോൾ ഈ ഒരു ഊഫർ സ്പീക്കർ എന്നാണ് ഇതിനെ പറയുന്നത് നിലവിൽ. അപ്പോൾ അത്യാവശ്യം റെസ്പോൺസ് മറ്റത് ഊഫറെന്ന് മാത്രം പറഞ്ഞിറങ്ങുന്ന സ്പീക്കേഴ്സും ഉണ്ട്. ഇപ്പോൾ എല്ലാം എല്ലാത്തിനെയും നമ്മൾ സ്പീക്കർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ സബ് ഊഫറിനെ നമുക്ക് സ്പീക്കർ എന്ന് പറയാം, എല്ലാം ഫുൾ റേഞ്ചിൻ്റെ സ്പീക്കർ എന്ന് പറയാം, ഇതിനെ സ്പീക്കർ എന്ന് പറയാം. സൗണ്ട് പുറപ്പെടുവിക്കുന്ന ഒരു സംഭവമാണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ സ്പീക്കർ എന്ന് തന്നെ പറയാം. എന്നാലും ഇതിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബാസ് മാത്രം നിങ്ങൾക്ക് ഇതിൽ കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 വേയോ 2 വേയോ ക്രോസ് ഓവർ യൂസ് ചെയ്യാം. ക്രോസ് ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഇതിൻ്റെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ഫ്രീക്വൻസി എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ചും കൂടെ ലോയിൽ നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ കിട്ടും. അങ്ങനെ ഉള്ള ആൾക്കാരാണ്. എന്നാലും ഇത് നല്ലൊരു ഊഫർ തന്നെയാണ്, നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നും കൂടെ ഇതിൻ്റെ വീഡിയോ ഇട്ടത്. കാര്യം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ടോൺ നല്ല രസമാണ് കേൾക്കാനായിട്ട്. ടോൺ ഇപ്പോൾ തബലേരെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഇതിനകത്ത് മിഡ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് മിഡും കിട്ടുന്നുണ്ട്, ഹൈയും കിട്ടുന്നുണ്ട്, അപ്പോൾ പിന്നെ ബാസും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഊഫറും ചെറിയൊരു റൂട്ടറും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 2 വേ സ്പീക്കർ സെറ്റ് ചെയ്ത് ബുക്ക് ഷെൽഫ് സ്പീക്കറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനം തന്നെയാണ് ഇത്. അത്യാവശ്യം നല്ല ഒരു നമുക്ക് ഇതിനകത്ത് 70 വാട്ടാണോ അങ്ങനെ അത് പറഞ്ഞാൽ മറന്നു 80 വാട്ട് 80 വാട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ഒരു 100 വാട്ട് വരെയുള്ള ആമ്പ് നിങ്ങൾക്ക് കൊടുത്ത് ഇതിൽ സുഖമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. നമ്മുടെ വീട്ടിൽ അങ്ങറ്റം പോയാൽ 30-40 വാട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാലും നമ്മൾ ആഗ്രഹം കൊണ്ട് 100 വാട്ടും 150 വാട്ടൊക്കെ ചെയ്ത് വയ്ക്കും. നമ്മൾ ഉപയോഗിക്കുന്ന 30-40 വാട്ട്, അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ഉപയോഗിക്കാൻ പോകുന്നില്ല. ഇനി അഥവാ ഉപയോഗിക്കണമെങ്കിൽ നല്ല അടിച്ചു മുഴക്കി പാട്ടിടുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അത്രയും നല്ല വാട്ട്സ് ഉപയോഗിക്കുന്നത്. എന്നാലും ഇത് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ, ഞാൻ പറയാത്ത ഡീറ്റെയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ SMൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ വാട്സപ്പിലോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും. കൂടാതെ അതിൻ്റെ വില നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചോദിക്കുക, അവരുടെ അടുത്ത് തന്നെ ചോദിക്കുക. കാര്യം ഞാൻ വില പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങാൻ താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അവർക്ക് വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വില അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. കാര്യം ഈ ഒരു ഓഫറിന് പല കടകളിൽ പല കടക്കാരും പല വിലയ്ക്കായിരിക്കും വിൽക്കുന്നത്. ഇപ്പോൾ SM ഇലക്ട്രോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ട് ഫുൾ പ്രോഡക്റ്റ് എടുത്തിട്ട് അവരെ കടയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം മറ്റുള്ള കടകളിൽ നിന്നും ചിലപ്പോൾ SMൽ വില കുറവായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള വില പറയാൻ പറ്റില്ല. എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ചിലപ്പോൾ SMനെയും കാട്ടി 5-10 രൂപ ചിലപ്പോൾ ഇപ്പുറത്തെ കടയിൽ വില കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ട് ഇനി ഇത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ SMൽ നിന്ന് കുറച്ച് വില കുറവായിരിക്കും. കാര്യം ഇതിൻ്റെ ഷിപ്പിങ്ങും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ വില വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല കടകളിലും പല വിലയായിരിക്കും. നിങ്ങൾക്ക് SMലെ വില അറിയണമെങ്കിൽ SMനെ കോൺടാക്ട് ചെയ്യുക. എന്നാലും SMൽ ഞാൻ താരതമ്യേന നോക്കുമ്പോൾ ട്രിവാൻഡ്രം ജില്ലയിൽ SMൽ താരതമ്യേന വില കുറവാണ്.
അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്.